രചന ഗംഗോത്രി. ഭാഗം 99. അംബിക രാവിലെ മുതൽ തുടങ്ങിയ പണിയാണ്. ഇതുവരെ ഒന്ന് കുത്തിയിരിക്കാൻ സമയം കിട്ടിയിട്ടില്ല. നടുവ് നിവർത്താൻ പോലും പറ്റുന്നില്ല. മറ്റു ജോലിക്കാർ ഇവിടെ തന്നെയുണ്ട്. അവർക്കും കൂടി താൻ തന്നെ വെച്ച് വിളമ്പണം. എങ്കിൽ പിന്നെ ഒന്ന് സഹായിച്ചാൽ എന്താ? താനായിരുന്നു ഇവരുടെയൊക്കെ സീനിയർ. അന്ന് ഓരോരുത്തരെ കൊണ്ട് ജോലി ചെയ്യിച്ചാൽ മതിയായിരുന്നു. റാവുത്തറെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. അതിനുവേണ്ടി മാത്രമാണ് ഇങ്ങോട്ട് വന്നത്. തന്നെ അവൻ നോക്കിക്കൊള്ളാമെന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ കൂടെ എവിടെയെങ്കിലും പോയി സ്വസ്ഥമായി ജീവിക്കണം. ആരും അറിയാത്തൊരു ബന്ധമായിരിക്കും. അത്രയേ ഉള്ളൂ. ആവശ്യമുള്ളതെല്ലാം അവൻ തരും. പിന്നെന്തു വേണം? അടുക്കളയിൽ പണി ചെയ്യുമ്പോഴും ഓരോരുത്തർ സംസാരിക്കുമ്പോൾ അവർ ചെവിവട്ടം പിടിക്കുന്നുണ്ട്. എന്താ അംബികേ, ഉച്ചക്കലത്തേക്കുള്ളതെല്ലാം കാലായോ? ഞാൻ പറഞ്ഞ കറികളെല്ലാം ഉണ്ടാക്കിയോ? കത്രീന ചോദിച്ചു. അതെങ്ങനാ കൊച്ചമ്മേ, ഞാൻ എല്ലാം കൂടി ഉണ്ടാക്കുന്നത്? രാവിലത്തേത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഉച്ചക്കലത്തേത് ഉണ്ടാക്കാൻ തുടങ്ങിയതാ. ആരെങ്കിലും കൂടി എന്നെ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ. ദേഹം വേദനയാ, നടുവ് നിവർത്താൻ കഴിയുന്നില്ല. ഈ തേങ്ങ എങ്കിലും ഒന്ന് ചിരവി കിട്ടിയിരുന്നെങ്കിൽ, അംബിക പറഞ്ഞു. അപ്പോഴേക്കും രാമേട്ടൻ പാലാ ഫിഷറീസ് പോയി 2 വലിയ മീൻ വാങ്ങി വന്നു. രാമേട്ടൻ്റെ കയ്യിലെ മീൻ കണ്ടപ്പോൾ അംബികയുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി വന്നു. ഇത് അവർ വെട്ടിത്തരുമായിരുന്നല്ലോ. ഞാനാ പറഞ്ഞത് വെട്ടി വാങ്ങണ്ട എന്ന്. അവർ വെട്ടിയാൽ ശരിയാവില്ല. അംബിക തന്നെ വെട്ടണം. ഇത് തേങ്ങ അരച്ച് വെച്ചോട്ടോ. വിഷ്ണുവിനും രാഘവനും കാർത്തിക്കും ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെ തേങ്ങ അരച്ച് വെക്കുന്നത്. പെട്ടെന്നാവട്ടെ, സമയം പോകുന്നു. ചിക്കൻ ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായി വരഞ്ഞ് കുരുമുളകൊക്കെ പുരട്ടി വേണം വറുക്കാൻ. നല്ല മണം വരണം. അതിൻ്റെ മണം കിട്ടുമ്പോൾ തന്നെ എല്ലാവർക്കും വിശക്കണം. ഏതെങ്കിലും ഒരു കറി കൊള്ളില്ലെങ്കിൽ രണ്ടാമത് ഞാൻ നിന്നെ കൊണ്ടത് ഉണ്ടാക്കിക്കും, സുമലത പറഞ്ഞു. അംബികെ, എനിക്ക് സാമ്പാറും എന്തെങ്കിലും തോരനും മതി കേട്ടോ. പിന്നെ കുറച്ച് പപ്പടം കാച്ചിക്കും. അവിയലുണ്ടെങ്കിലും കുഴപ്പമില്ല, പാർവതി പറഞ്ഞു. അംബിക ഒന്നിനും പ്രതികരിച്ചില്ല. തന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ചെയ്യും, അത്ര തന്നെ. ആരും തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ലല്ലോ, അവർ മനസ്സിൽ വിചാരിച്ചു. എല്ലാവരും പറഞ്ഞതൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും ഒരുമാതിരിയൊക്കെ അവർ ഉണ്ടാക്കി. എല്ലാവരും കഴിച്ചു കഴിഞ്ഞപ്പോൾ പാത്രം കഴുകൽ തന്നെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോഴേക്കും രാത്രിയിലേക്ക് വേണ്ടതെല്ലാവരും പറഞ്ഞു. പാത്രം കഴുകി കഴിഞ്ഞപ്പോൾ കത്രീന അംബികയെ വന്ന് വിളിച്ചു. എൻ്റെ കാലിന് വല്ലാത്ത വേദന, നീ വന്നൊന്ന് തടവിത്താ. അവിടെ മരുന്നിരിപ്പുണ്ട്, എടുത്തോണ്ട് വാ. അംബിക മരുന്നും എടുത്തുകൊണ്ട് മുറിയിലേക്ക് ചെന്നപ്പോൾ 3 പേരും അവിടെ ഇരിക്കുന്നു. കാല് നീട്ടി വെച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് 3 പേർക്കും കാലുവേദനയുണ്ട്, സുമലത പറഞ്ഞു. ആ വാതിലടച്ചിട്ട് വാ. അംബിക കൂനിയാണ് അവരുടെ അടുത്തേക്ക് നടന്നു വന്നത്. എന്താടി, ഇത്രയും കാലം സുഖിക്കുമല്ലായിരുന്നോ? മായ പാചകമെല്ലാം ചെയ്യുമായിരുന്നു. നീ അവൾക്ക് ഓരോന്ന് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് കസേരപ്പുറത്ത് കയറിയിരിക്കും. ഞങ്ങളുടെ അരികിലേക്ക് അതുമായി നീ വരും. ഞാൻ വിചാരിച്ചു അതെല്ലാം നീയാ ഉണ്ടാക്കിയതെന്ന്. നീ സുഖിച്ച് നടക്കുമായിരുന്നു അല്ലേടി? കത്രീന ദേഷ്യത്തോടെ പറഞ്ഞു. എൻ്റെ മോൾ എത്ര സ്നേഹത്തോടെയാണ് നിന്നെ നോക്കിയത്. അംബിക ചേച്ചി എന്നല്ലേ നിന്നെ അവൾ വിളിച്ചിരുന്നത്. എന്നിട്ട് എങ്ങനെ തോന്നിയടി എൻ്റെ മോളെ കൊല്ലാൻ കൂട്ടുനിൽക്കാൻ? നീ ഒരു പെണ്ണല്ലേ? അവൾക്ക് മരുന്ന് കലക്കി കൊടുത്തപ്പോൾ നിന്റെ കൈ വിറച്ചില്ലേ? ഒരിക്കൽ പോലും മനസാക്ഷിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതെങ്ങനെയാ? അങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ട് വേണ്ടേ? സുമലത ചോദിച്ചു. എന്തിനാ ശരിക്കും നീ ഇങ്ങോട്ട് വന്നത്? റാവുത്തറെ കാണാനല്ലേ? നിനക്ക് കാണണോ? അവനെ ഞാൻ കാണിച്ചു തരാം. അവൻ്റെ കൂടെ ജീവിക്കാനാണോ? അതും ഞാൻ സാധിച്ചു തരാം. ഇവിടെ നിന്ന് ഇനി പുറത്തേക്ക് പോകാൻ കഴിയുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? നിന്നെ കാത്തിരിക്കാൻ ആരെങ്കിലും ഉണ്ടോ? നിന്നെ പരിചയമുള്ളവരോട് എന്തു പറഞ്ഞിട്ടാണ് നീ പോകുന്നത്? ഓർമ്മയുണ്ടോ നിനക്ക്? തീർത്ഥാടനത്തിന് പോകുന്നു എന്ന്, അതും തമിഴ്നാട്ടിൽ. നിന്നെക്കൊണ്ട് പറയിപ്പിച്ചതാടി ഞങ്ങൾ. നിന്നെ അന്ന് ഫോൺ ചെയ്തത് ആരാണെന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത്? പാർവതി ചോദിച്ചു. അംബികയെ ഫോൺ ചെയ്ത അതേ ശബ്ദത്തിൽ പാർവതി സംസാരിച്ചു തുടങ്ങി. അവർ ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു. ഹലോ, അംബികയല്ലേ? ഞാൻ റാവുത്തർ പറഞ്ഞിട്ട് വിളിക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്നാ. ഇവിടെ ഒരു സ്ഥലമുണ്ട്. താമസിക്കാനുള്ള വീടും സ്ഥലവും വാങ്ങിയിട്ടു. പക്ഷേ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് റാവുത്തറെ ഗംഗോത്രിയുടെ ആളുകൾ പിടിച്ചുകൊണ്ടുപോയി. അവിടെ ചെന്ന് ആളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അവിടെ ഉണ്ടെന്ന് ഉറപ്പായാൽ എൻ്റെ ആളുകൾ വന്ന് നിങ്ങളെ കൊണ്ടുവരും. പിന്നെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ആരോടും ഗംഗോത്രിയിലേക്ക് പോവുകയാണെന്ന് പറയരുത്. തീർത്ഥാടനത്തിന് പോവുകയാണ് എന്ന് മാത്രമേ പറയാവൂ. പാർവതി അത്രയും പറഞ്ഞപ്പോൾ അംബിക ഞെട്ടിപ്പോയി. അപ്പോൾ നിങ്ങളാണോ എന്നെ വിളിച്ചത്?
റാവുത്തർ എവിടെയാ? എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. ഒരിക്കൽ മാത്രം. എൻ്റെ കുഞ്ഞിന് അച്ഛനില്ലാണ്ടാവരുത്. അംബിക കൈകൾ കൂപ്പി അവരോട് യാചിച്ചു. ഓഹോ, അതിനിടയിൽ അങ്ങനെ ഒരു ട്വിസ്റ്റുണ്ടോ? അത് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു. നീ എന്താ എൻ്റെ കാലിൽ തലോടുവാണോ? നന്നായി തിരുമടി അങ്ങോട്ട്. അതൊക്കെ പോട്ടെ, നിന്റെ കുഞ്ഞിപ്പോൾ എവിടെയാ? ആണോ പെണ്ണോ? അംബിക അത് പറയാതെ തലകുനിച്ചിരുന്നു. ഇത്രയും കണ്ടുപിടിക്കാമെങ്കിൽ അത് ഞങ്ങൾക്ക് പറ്റില്ല എന്നാണോ നീ വിചാരിക്കുന്നത്? മര്യാദയ്ക്ക് പറഞ്ഞു. അതോ ഞങ്ങൾ പറയിപ്പിക്കണോ? സുമലത ചോദിച്ചു. അത് മോളാണ്. മറ്റാർക്കും അതിനെപ്പറ്റി അറിയില്ല. അവളെ അദ്ദേഹം ഒരു ബോർഡിങ്ങിൽ നിർത്തിയിരിക്കുക. അവളുടെ പഠനത്തിന് ആവശ്യമായ തുക നേരത്തെ തന്നെ ബാങ്കിൽ ഇട്ടിട്ടുണ്ട്, അംബിക പറഞ്ഞു. ആ കുട്ടി ഉണ്ടാകുമ്പോൾ നിനക്ക് ഭർത്താവ് ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ ഇത് ആരുടെ കുട്ടിയാണെന്ന് എങ്ങനെ അറിയും? അല്ലെങ്കിൽ നിനക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ടായിരുന്നോ? എത്ര വയസ്സായി ആ കുട്ടിക്ക്? മോൾക്ക് 17 വയസ്സായി. ഞങ്ങൾ ആദ്യമായി കണ്ടുമുട്ടിയപ്പോൾ ആയിരുന്നു. നീ മകളുടെ അഡ്രസ്സും ഫോൺ നമ്പരുമെല്ലാം ആ ബുക്കിൽ എഴുതിയിട്. ആ പാവം കുട്ടിയെ ഞങ്ങൾ ഉപദ്രവിക്കില്ല. അവൾക്ക് വേണ്ട സഹായം ഞങ്ങൾ ചെയ്യും. പക്ഷേ ഗംഗ അവളോട് ക്ഷമിക്കുമോ എന്ന് എനിക്കറിയില്ല. കാരണം നീയും നിന്റെ റാവുത്തറും അവളോട് ചെയ്തത് അത്രയ്ക്ക് ദ്രോഹങ്ങളാ. എന്നിട്ടും നീ ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നത് അവളുടെ ഔദാര്യം മാത്രമാ. ഇത്രയ്ക്ക് ദ്രോഹിക്കാൻ മാത്രം ആ കുട്ടി നിന്നോടൊക്കെ എന്ത് തെറ്റാ ചെയ്തത്? പാർവതി ചോദിച്ചു. അത് ചോദിക്കുമ്പോൾ അവരുടെ ശബ്ദം ഇടറിയിരുന്നു. അപ്പോഴാണ് ആരോ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടത്. തുടരും.